നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയം ഏകദേശം ഉറപ്പിച്ച മട്ടിൽ കാര്യങ്ങൾ നീങ്ങുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ വലിയ നിലയിലുള്ള ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. നമ്മൾ ഏറ്റവും ഒടുവിലെ ഒരു ലീഡ് നിലയൊക്കെ തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. നിലവിൽ സ്വരാജ് തൊട്ടു പിന്നാലെ തന്നെ ഉണ്ട്. IND അൻവറും അതിന് പിന്നാലെയാണുള്ളത്. NDAയും പിന്നാലെ പോയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഏകദേശം കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ UDF തന്നെയാണ് വിജയം കാണുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം കൃത്യമായുള്ള വോട്ടെണ്ണലിന്റെ കണക്കുകൾ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നിമിഷ നേരം കൊണ്ട് മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് എന്ന് വേണം പറയാൻ. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് വിജയം ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 4023ഓളം വോട്ടുകൾക്ക് മുന്നിൽ എന്നാണ് വ്യക്തമാകുന്നത്. ഓരോ നിമിഷവും മാറി മറിയുന്ന കണക്കുകൾ വരുന്നുണ്ട്. ഈ 4023 എന്ന് പറയുന്നത് ഒരു പക്ഷേ വരുന്ന മണിക്കൂറിൽ 5000ത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 5000ത്തിൽ എത്തുകയാണെങ്കിൽ UDF ആര്യാടൻ ഷൗക്കത്തിന് വിജയം ഉറപ്പിച്ച മട്ടാണ്. പക്ഷേ ഈ 4000 എന്ന സംഖ്യ കടന്നു വരാൻ LDFന് സാധിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് നിലവിലുള്ളത്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ചുങ്കത്തറ മാർത്തോമ കോളേജിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണിയത്. അപ്പോൾ മുതൽ തന്നെ UDF കൃത്യമായ ഒരു ലീഡ് നില ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് മുന്നിലെത്തിയിരുന്നത്. UDF അനുകൂല ട്രെൻഡ് പോസ്റ്റൽ ബാലറ്റിൽ വ്യക്തമായെങ്കിലും വോട്ടിംഗ് യന്ത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ ശക്തമായ മത്സരമെന്ന സൂചന തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 4173 എന്ന നമ്പറിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പക്ഷേ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് മാറി മറിയുന്നത് എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഏതായാലും പോസ്റ്റൽ വോട്ടിന് ശേഷം പോസ്റ്റൽ വോട്ടിൽ ആര്യാടൻ ഷൗക്കത്ത് ആ നില ഉറപ്പിച്ചിരുന്നു. അതേ നില ഇപ്പോഴും ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഒരു ഘട്ടത്തിൽ പോലും വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും ആര്യാടൻ ഷൗക്കത്തിനെ പിന്നിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് സ്വരാജിന് കയറി വരാൻ സാധിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മത്സരത്തിലെ ഏറ്റവും കൂടുതലുള്ള ഗ്ലാമർ താരം അല്ലെങ്കിൽ മത്സരത്തിന്റെ ഒരു പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്ന പോലെ തന്നെ അൻവറിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അൻവറിന് 6000 വോട്ടിൽ ഒതുങ്ങേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും വഴിക്കടവിലെ തള്ളിക്കടവ് ബൂത്തുകളിലാണ് ആദ്യം റൗണ്ടിൽ എണ്ണിയത്. വഴിക്കടവിൽ വലിയ ലീഡ് നേടിയാൽ ആര്യാടൻ ഷൗക്കത്ത് തരംഗമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വലിയൊരു ലീഡ് നില ഇപ്പോഴാണ് വരുന്നത്. ഇപ്പോൾ ഈ വഴിക്കടവിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചത് അത്രയ്ക്കും ലീഡ് നില ഇല്ലെങ്കിൽ പോലും 1000 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു ഷൗക്കത്ത്. എന്നാൽ പിന്നീടാണ് ഇപ്പോൾ ഇത് 4000ത്തിന് മുകളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. രണ്ടാം റൗണ്ടിലേക്ക് വോട്ടെണ്ണൽ കടക്കുമ്പോൾ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം 1000ത്തിൽ നിന്ന് 2000 ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 4000 ഉയരുന്നു. ഇനി വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അവസാനിക്കാൻ വളരെ കുറച്ച് മണിക്കൂറുകൾ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഉച്ചയോടുകൂടി 12 മണിയോടുകൂടി നമുക്ക് പൂർണ്ണമായ ചിത്രം കാണാൻ സാധിക്കും. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഇനി എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ചാൽ മാത്രമേ ഈ 4173 എന്ന നമ്പറിനെ മറികടന്ന് സ്വരാജിന് മുന്നിലോട്ട് വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെ സ്വരാജ് മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഒരുപക്ഷെ ഒരു തരംഗം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിലൊക്കെ തന്നെ വലിയ പ്രതീക്ഷ മുഖത്ത് കണ്ടിരുന്നുവെങ്കിലും പിന്നീട് അത് മിന്നി തുടങ്ങുന്ന സാഹചര്യം ഈ സ്വരാജിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അൻവറിന്റെ പ്രതീക്ഷയുള്ള മറ്റെല്ലാ ഇടങ്ങളിലും വോട്ട് അൻവർ പ്രതീക്ഷ പോലെ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു റൗണ്ടിൽ 14 വോട്ടിംഗ് മെഷീനുകളാണ് എണ്ണുക. 19 റൗണ്ടുകളിലായി 263 ബൂത്തുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാകും. 1,74,667 പേരാണ് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. പോസ്റ്റൽ വോട്ട്, സർവീസ് വോട്ട് എന്നിവ വഴി 1402 പേർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 46 ബൂത്തുകളുള്ള വഴിക്കടവ് പഞ്ചായത്ത് എണ്ണിത്തീരാൻ 3 റൗണ്ടുകൾ വേണ്ടിവരും. വഴിക്കടവ് പഞ്ചായത്ത് എണ്ണിത്തീരുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ദിശ വ്യക്തമാകും. തീർച്ചയായും ഇപ്പോൾ ഈ മണിക്കൂറിൽ വഴിക്കടവ് പഞ്ചായത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായി എണ്ണിക്കഴിഞ്ഞു. അപ്പോൾ തന്നെയാണ് 4173 എന്ന കണക്കിൽ ആര്യാടൻ ഷൗക്കത്ത് എത്തുന്നത്. ദിശ വളരെ വ്യക്തമാണ്. നിലമ്പൂരിലെ ജനങ്ങൾ സഞ്ചരിച്ചത് UDFന്റെ പിന്നാലെ തന്നെ എന്ന് വ്യക്തമാകുന്നുണ്ട്. ശശി തരൂർ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയില്ല, അല്ലെങ്കിൽ ശശി തരൂർ ഇറങ്ങാത്തത് എന്തുകൊണ്ട്, പ്രചാരണത്തിന് എന്തുകൊണ്ട് ഇറങ്ങിയിരുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. VD സതീശനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിൽ ആക്ഷേപം ഉണ്ടായിരുന്നു. നിലമ്പൂരിലെ പാലം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പാലത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കാൻ വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. അങ്ങനെ UDFനെ കടന്നാക്രമിക്കാൻ പറ്റിയ ഏതെല്ലാം സാഹചര്യമായിരുന്നു അവിടെ എല്ലാം കടന്നാക്രമിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. പക്ഷേ അപ്പോഴും ഷൗക്കത്ത് മുന്നേറുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഷൗക്കത്ത് തന്നെയാണ് ആ ഒരു വിജയ് എന്ന് നമുക്ക് പ്രഖ്യാപിക്കാനുള്ള സമയം വന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്നു. എന്തായാലും ഇനി എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിറാക്കിൾ സംഭവിക്കണം. ആ മിറാക്കിൾ സംഭവിക്കുമോ ഇല്ലയോ എന്ന് അറിയേണ്ടതുണ്ട്. ഏതൊരു തെരഞ്ഞെടുപ്പിലായിരുന്നാലും
എന്നാലും അവസാന നിമിഷം വരെ ആ മിറാക്കിൾ ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയിൽ എല്ലാവരും നിലനിൽക്കും. എന്തായാലും 4175 എന്ന വോട്ടിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. കണ്ടറിയാം വരും മണിക്കൂറിൽ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നത്. ഏകദേശം ഉറപ്പിച്ച് പറയാൻ 97% ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് നിലമ്പൂർ MLA എന്ന വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടിരുന്ന അതേ ട്രെൻഡ് തന്നെ ഇവിടെയും പിന്തുടരുന്നു എന്ന് പറയുന്നു. അതായത് മുന്നിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ പറയുന്ന പോലെ തന്നെ UDF നേടിയ ആ മിന്നും ജയം ഇവിടെയും ഷൗക്കത്ത് തെറ്റിച്ചില്ല എന്ന് വ്യക്തമാകുന്നു. ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് പോലും പലയിടങ്ങളിലും ഷൗക്കത്ത് വിജയിക്കില്ല, പകരം സ്വരാജ് തന്നെ വിജയിക്കും. കാരണം സ്വരാജിന് ഒരു വ്യക്തിപ്രഭം ഉണ്ടെന്നും സ്വരാജ് തന്നെയാണ് നിൽക്കുക എന്നതും ഒക്കെ തന്നെ പലരും പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ സ്വരാജ് എന്ന വ്യക്തിക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ബലം അവിടുത്തെ ജനങ്ങളിൽ നിന്നും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അവസാന മിറാക്കിൾ സംഭവിച്ചാലും ഇല്ലെങ്കിലും UDF ഷൗക്കത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് വിജയ്.